തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിന് ജാമ്യമില്ല. സുഗാന്ത് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. സുഗാന്തിനെതിരെ കർശനമായ നിരീക്ഷണങ്ങളോടെയാണ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, കോടതി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വരുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നുള്ള നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. സുഗാന്തിൻ്റെ ഇടപെടലുകൾ ഈ ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ അല്ലാതെ മറ്റു പല IB ഉദ്യോഗസ്ഥകളുമായും ഈ സുഗാന്തിന് ബന്ധങ്ങളുണ്ടായിരുന്നു. ആത്മഹത്യയിലേക്ക് നയിക്കുക തന്നെയായിരുന്നു സുഗാന്ത് ഈ IB ഉദ്യോഗസ്ഥരെ എന്ന് നേരത്തെ ഫോൺ ചാറ്റിലൂടെ അടക്കം വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? സലി, ഏതായാലും സുഗാന്ത് സുരേഷിന് ജാമ്യമില്ല. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IB ഉദ്യോഗസ്ഥൻ തന്നെയായ സുഗാന്ത് സുരേഷിന് ജാമ്യമില്ല. ഒപ്പം തന്നെ കർശനമായ ചില നിരീക്ഷണങ്ങൾ, ചില വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അറിയാൻ കഴിയുന്നതെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായ വിവരങ്ങൾ ഹൈക്കോടതിക്ക് മുൻപാകെ പോലീസ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തൊക്കെയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ? അതായത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്നതാണ് കോടതിയുടെ വിലയിരുത്തൽ. കോടതി അങ്ങനെ നിരീക്ഷിക്കുകയും ചെയ്തു. സ്നേഹത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യുകയായിരുന്നു സുഗാന്ത് യുവതിയെ. ഒരേ സമയം നിരവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തി. മാത്രമല്ല IB ഉദ്യോഗസ്ഥ ഗർഭിണിയായിരുന്നു എന്നത് സുഗാന്ത് സുരേഷിനെതിരായ ഒരു ഘടകമാണ് എന്നതൊക്കെയാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഈ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമ്പോൾ സുഗാന്ത് പറഞ്ഞിരുന്നത് തനിക്കെതിരെ ഉന്നയിച്ച വാദങ്ങൾ ശരിയല്ല, നിരപരാധിയാണ്, മരണത്തിൽ തനിക്ക് പങ്കില്ല, ഒരു തരത്തിലും താൻ ഈ കേസിൽ ഇൻവോൾവ് അല്ല, പക്ഷെ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തനിക്കെതിരെ കേസെടുക്കുകയുമായിരുന്നു. അതുകൊണ്ട് മുൻകൂർ ജാമ്യം വേണം എന്നുള്ളതായിരുന്നു. പക്ഷെ പോലീസ് ചൂണ്ടിക്കാട്ടിയത് ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായി എതിർത്തു. തെളിവുകളുണ്ട്, വാട്സാപ്പ് ചാറ്റുകൾ അടക്കം തെളിവുകളായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു. പോലീസിന്റെ വാദം ഏതായാലും കോടതി മുഖവിലക്കെടുത്തു. കർശനമായ നിരീക്ഷണങ്ങളോടെ സുഗാന്തിന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു, മുൻകൂർ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. അപ്പോൾ ഇനി 2 മാസമായി ഇയാൾ ഒളിവിലാണ്. ഇയാൾക്ക് ഇനി പോലീസിന് മുന്നിൽ കീഴടങ്ങലല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് സാഹചര്യം. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IB ഉദ്യോഗസ്ഥനായ സുഗാന്തിന് ജാമ്യമില്ല എന്നുള്ള വിവരങ്ങളാണ് സാലി മുഹമ്മദ് പങ്കുവച്ചത്.